മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കൂരിരുൾ വഴിയിൽ കൂട്ടിനു കൂടെ വരും കൂരിരുൾ വഴിയിൽ കൂട്ടിനു കൂടെ വരും വൈരികൾ നടുവിൽ നല്ല വിരുന്നു തരും വൈരികൾ നടുവിൽ നല്ല വിരുന്നു തരും ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായമാണല്ലോ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. മോശ ഇസ്രായേൽ മക്കളുമായിട്ട് പാളയമിറങ്ങിയ സ്ഥലത്തേക്ക് മോശയുടെ ഭാര്യയും 2 മക്കളുമായിട്ട് തൻ്റെ അമ്മായപ്പൻ യാത്ര ചെയ്യുന്നതും അനുബന്ധ കാര്യങ്ങളുമാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യം. അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ മോശ തൻ്റെ 2 മക്കൾക്ക് പേര് ഇടുവാനുണ്ടായ സാഹചര്യവും പേരും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-4 വാക്യം: ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്ന് പറഞ്ഞ് ഒരു മകന് ഗർഷോം എന്ന് പേരിട്ടു. 4-ാം വാക്യം: എൻ്റെ പിതാവിൻ ദൈവം എനിക്ക് തുണയായി എന്ന് പറഞ്ഞ് മറ്റേ മകന് എലിയാസർ എന്ന് പേരിട്ടു. മോശയ്ക്ക് മക്കൾ ജനിക്കുമ്പോഴും പേരിടുമ്പോഴും താൻ പാർക്കുന്നത് തൻ്റെ പിതാക്കന്മാർ പാർത്ത കനാനിലല്ല, തൻ്റെ അപ്പനും അമ്മയും അടിമകളായി പാർത്തു വരുന്ന മിസ്രൈമിലുമല്ല, മിദ്യാനില. ആ സന്ദർഭത്തിൽ പരദേശിയാണ് എന്ന ചിന്ത നല്ലതാണ്. അപ്പോൾ തന്നെ പിതാവിന് ദൈവം തുണയായിട്ടുണ്ട് എന്നുള്ളത് ഒരു ധൈര്യവും ആശ്വാസവും പകരുന്ന വിഷയമാണ്. നമ്മെ സംബന്ധിച്ച് നാമും ഇതുപോലെ 2 പ്രത്യേക പദവികളുള്ളവരാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളും പരദേശികളാണ്, പ്രവാസികളാണ്, സംശയമില്ല. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അപ്പം നമുക്ക് തുണയായിട്ട് നമ്മുടെ ദൈവമുണ്ട്. പരദേശികളായ നാം ദൈവത്തെ പിതാവെന്ന് വിളിച്ച് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഗൗരവമായി ഓർത്തുകൊള്ളേണ്ട ഒരു കാര്യം പ്രബോധനമായിട്ട് പത്രോസ് തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം അഥവാ പരദേശകാലം ഭയത്തോടെ കഴിക്കുവിനെന്ന. ദൈവത്തെ ഭയപ്പെടേണ്ടതുപോലെ ഞാനും നിങ്ങളും ഭയപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദമായിട്ട് ഈ പരദേശവാസം കഴിച്ചു കൂട്ടുവാൻ കഴിയുകയുള്ളൂ. പരദേശിയെ സംബന്ധിച്ച് പരദേശി പരകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. നമ്മെ സംബന്ധിക്കാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ട് ദോഷം ഭവിക്കാതെ അകലം പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രാഷ്ട്രീയം, കോടതി വ്യവഹാരം തുടങ്ങി പല കാര്യങ്ങളിൽ നിന്നും നാം മനഃപൂർവ്വമായി ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ ദൈവത്തിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, ജീവപര്യന്തം നമ്മളെ വഴി നടത്തുമെന്ന് 48-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ വായിക്കുന്നു. ഹി വിൽ ഗൈഡ് us until our death. നമ്മുടെ മരണസമയം വരെയും അത് നമ്മളെ ഗൈഡ് ചെയ്യുമെന്ന്. ഗൈഡ് ആവശ്യമുള്ളത് വിദേശിക്കാൻ നമുക്കറിയാമല്ലോ. വിദേശികൾ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഇന്ത്യയിലെ പല ദേശങ്ങളും സ്ഥലങ്ങളും അവർ കാണണമെങ്കിൽ ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട്. കൊണ്ടുവരുന്ന എല്ലാ സ്ഥലങ്ങളും കാണിക്കും. അവസാനം എയർപോർട്ടിൽ ചെല്ലുന്നവരെയും ഒരുപക്ഷെ ഗൈഡ് കൂടെ കാണും. അതിനകത്തേക്ക് പ്രവേശിച്ചാൽ ഗൈഡിൻ്റെ ആവശ്യമില്ല. കാരണം വിമാനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ചെന്ന് ഇറങ്ങുന്നത് സ്വന്തം ദേശത്താണ്, അവിടെ ഗൈഡിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ മരണം വരെ നമുക്ക് ഒരു ഗൈഡിൻ്റെ ആവശ്യമുള്ളൂ, ദൈവത്തിൻ്റെ ഗൈഡൻസ് ആവശ്യമുള്ളൂ. മരിച്ചാൽ പിന്നെ നാം കണ്ണു തുറക്കുന്നത് സ്വന്തം ദേശമായ സ്വർഗത്തിലാണ്.
എത്ര ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥ. അതുവരെ നമ്മെ ഗൈഡ് ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ഉണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. അവൻ്റെ ഗൈഡൻസിന് ആരോഗ്യക്ക് കീഴ്പ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായിട്ട് തീരട്ടെ. എന്നാൽ ഈ വാക്ക് കേൾക്കുന്നവരാരെങ്കിലും ഇതുവരെയും യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ, അഥവാ യേശു ക്രിസ്തു താങ്കളുടെ പാപത്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്നും തന്നെ വിശ്വസിക്കുന്ന മക്കളെ ചേർക്കാൻ വേഗം വരുമെന്നും ആര് വിശ്വസിച്ച് യേശുവിനെ കർത്താവായ ഹൃദയത്തേക്ക് സ്വീകരിക്കുന്നുവോ അവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്നത്. അവരാണ് പരദേശികൾ. അല്ലാത്തവരെല്ലാം, രക്ഷിക്കപ്പെടാത്തവരെല്ലാം സ്വദേശികൾ തന്നെയാണ്. കർത്താവ് തൻ്റെ മക്കളെ ചേർക്കാൻ മടങ്ങി വരുമ്പോൾ തൻ്റെ മക്കളെ മാത്രം ചേർത്തുകൊള്ളും. ഈ സ്വദേശത്തുള്ളവരെ അവിടെ തന്നെ നിത്യമായ ന്യായവിധിക്ക് കൈവിടപ്പെടുവാനായിട്ട് പോകുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അങ്ങനെ ഉണ്ടാകുവാൻ ഇടയാകരുതെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവർ ഇപ്പോൾ തന്നെ യേശുവിനെ കർത്താവ് സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ, അത് ഉറപ്പാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടവരായ നാം പരദേശികളാണെന്ന ബോധ്യത്തോടെ ജീവിച്ച് കർത്താവിന് കീഴ്പ്പെട്ട് അനുസരിച്ച് അവൻ്റെ ഗൈഡൻസ് അന്ത്യം വരെയും പ്രാപിച്ചുകൊണ്ട് പോകുവാനും ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനുഗമിച്ചിടും ഞാനൻ പരനേ പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, അനുഗമിച്ചിടും ഞാനൻ പരനേ പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത